പോയിട്ട് വരാട്ടോ. പോവാം. അതിനോസ് എണീക്കുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടണം. എണീറ്റാ പിന്നെ എന്താ യുദ്ധ. വർക്കിലാ, എഡിറ്റിങ്ങിലാണ് കേട്ടോ. കഴിഞ്ഞില്ല, നല്ല വെയിലാ, സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങോട്ടാ? അവിടെ എന്താ നിങ്ങൾ ഇങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല. നല്ല എഡിറ്റിങ്ങിലാട്ടോ, അതാണ് മൈൻഡ് ഇല്ലാത്തത്. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ നല്ല കഷ്ടപ്പാടുള്ള ഒരു പണിയാണ് കേട്ടോ. അതിനേം കാട്ടില് വലിയ കഷ്ടപ്പാടാണ് ഒരു വ്ലോഗ് എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. അല്ലേക്കാ, ഇത് ചെറിയൊരു ഷോർട്ട് വീഡിയോ അപ്പൊ എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് തന്നെ എത്ര സമയമുണ്ട്. അപ്പൊ ഒരു വ്ലോഗിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഹലോ, കഴിഞ്ഞോ? അങ്ങനെതാ ഞങ്ങള് പോരെന്നിറങ്ങി 6 മൈലെത്തി. എന്തിനാ ബത്തേരി പോകുന്നു? അത് പറഞ്ഞില്ലല്ലോ. നാളെപ്പ ഉണ്ടാവോ അറിയാട്ടോ. നമ്മളിതാ 6 മൈലിലെത്തി. നമ്മള് നേരെ ബത്തേരിയിലേക്കാണ് പോകുന്നത് കേട്ടോ. കൊറേ ദിവസമായി ഞങ്ങള് രണ്ടാളും ബത്തേരിക്കൊക്കെ ഒന്ന് പോയിട്ട്. ബത്തേരി പോയി കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞാണ്ടിരുന്ന് വർത്താനം പറയാൻ പറ്റിയ സ്ഥലല്ലേ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തിരിച്ചായി. എന്താ വെയില്, നല്ല ചൂടാണ് കേട്ടോ. എന്താ അപാര ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടുത്തെ ചൂട് ഇതൊക്കെ ആണെങ്കിൽ താഴെ നാട്ടിലൊക്കെ എന്തെങ്കിലും സ്ഥിതി. 10 ദിവസം പോരെ പോയി നിന്നോ? ഈ സമയത്ത് വയനാട്ടിലുള്ള ഭാര്യമാരുണ്ടല്ലോ, എന്ത് തള്ളി പറഞ്ഞു വെച്ചാലും ഒരു പോവില്ലട്ടോ. എന്ത് തള്ളി നമ്മള് പറഞ്ഞു വെച്ചാലും ഒരു പോവില്ല. പക്ഷെ വയനാട്ടിലത്തെ ഭാര്യമാരെന്നാണെങ്കിലോ, വയനാട്ടിലുള്ള ഭാര്യമാരെന്നാണെങ്കിലോ അങ്ങോട്ടും പോവില്ല. എന്താ ഇങ്ങോട്ട് വരും. ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. വർക്ക് ഫ്രം ഹോമിന്റെ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്ത് അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു. എപ്പോഴെങ്കിലൊക്കെയാണ് ഒരു വർക്ക് കിട്ടുന്നത്. അപ്പൊ അത് ചെയ്ത് റെഡിയാക്കിയിരുന്നു. ഇത് ഒരാഴ്ചയായി തന്നിട്ട്. ഞാൻ ഹൈദരാബാദ് പോകുന്ന സമയത്താണ് വർക്ക് തരുന്നത്. ഇത്രയും ദിവസമായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്നാണ് ചെയ്യാൻ പറ്റിയത്. ചെയ്ത് കഴിഞ്ഞു, പ്രശ്നമൊന്നുമില്ല. ഒന്നിച്ച് ചെയ്യണം എന്നാണ് ഓല് പറയുന്നത്. അപ്പൊ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു എന്താ പറയാ ഒരു സമയം കിട്ടിയല്ലേ. അപ്പൊ അതിനോസ് കാണാണ്ട് പോന്ന ഇനിയിപ്പൊ എണീച്ചാലുണ്ടാവും ഉപ്പാന്ന് വിളിച്ച്. പോയോ? മെനിയാന്ന് വന്നീനങ്ങ് മഴ പെയ്താല് നമ്മളെ കാട് കാണാൻ എന്ത് രസല്ലേ. പെയ്യണം, അതാണ്. ഇവിടെ നല്ല ഞാവലുണ്ടാവുന്നുണ്ട്. പിന്നെ ഞാവൽമരം പൂത്തിട്ടുണ്ട് ഇപ്രാവശ്യം. കണ്ട പൂത്തക്കണോക്ക് ഇവിടെ ഇവിടെ റോഡിലേക്ക് തൂങ്ങിക്കുന്ന വലിയ മരം. ഇത് ഫുള്ള് പൂവാണ് ഉണ്ടായിട്ടുള്ളത്. കണ്ടോ, പൂവാണ് കാണുന്നത്. ഇനി ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും കായാവും. കഴിഞ്ഞ കൊല്ലല്ലേ നമ്മൾ എവിടെ പോയിട്ട് ഞാവല് പറിച്ചേ? കാട്ടിൽ പോയിട്ട് അവിടേക്ക് ഇപ്പൊ പ്രവേശനമില്ലല്ലേ. പോകാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ബത്തേരിയെത്തി. ഗാരേജിലെത്തി. KSRTC ബസ് സ്റ്റാൻഡ്. നമുക്ക് ഇവിടെ വയനാട്ടിൽ നിന്ന് എങ്ങോട്ട് പോകണമെങ്കിലും നമ്മൾ ഇവിടെ വരണം ആദ്യം. പിന്നെ KSRTC ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് നമുക്ക് പോകാറുള്ളൂ. കാരണം KSRTCക്ക് പോവാണെങ്കിൽ കേട്ടോ, പ്രൈവറ്റ് ബസ്സിന് പോകണമെങ്കിൽ കുഴപ്പമില്ല. പുൽപ്പള്ളിക്ക് അങ്ങോട്ടേക്ക് പോകാനല്ലേ? എങ്ങോട്ട് പോകണമെങ്കിലും ഇവിടെ വരണം. ഇത് പുൽപ്പള്ളിക്കും ബത്തേരിക്കും മാത്രം പോണ ഗാരേജ് അല്ല.
അങ്ങോട്ടേക്ക് കേരള എല്ലായിടത്തേക്കും പോകുന്ന സ്ഥലമാണ്. നല്ല ഭംഗിയുണ്ടല്ലേ? ആരതാണ് അക്ഷയ് ചേട്ടന്റെ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരുമ്പോ ഒരു വീഡിയോ എടുക്കാം. നല്ല ഭംഗിയുണ്ട്, അടിപൊളിയായിട്ട്. മഞ്ഞൊക്കെ ഉള്ള സമയത്ത് എടുക്കണം. അയാളെന്താ മരിക്കാൻ നോക്കിയതോ? നിങ്ങള് പറഞ്ഞില്ല നിങ്ങള് വന്നിട്ട് പാസ്പോർട്ട് എടുക്കണമെന്ന്. നമുക്ക് മൂന്നൊക്കെ പാസ്പോർട്ട് എടുക്കണം. എനിക്കുണ്ട്, ഉമ്മച്ചിക്കും ഉണ്ടല്ലേ? ടൗണിലേക്കൊക്കെ എന്ത് വെയിലാ. 12 മണി മുതല് 4 മണി വരെ പുറത്തിറങ്ങരുത് എന്നാ. പണിക്കും പോവാൻ പാടില്ല നമുക്ക്. പണികൾക്ക് പോവാൻ പാടില്ല. ചുങ്കത്തെത്തി. ചുങ്കത്ത് നമുക്ക് ആദ്യം പോയിട്ട് മാർക്കറ്റ് പോയിട്ട് മക്കാമാണ് കേട്ടോ. ചുങ്കമക്ക മാർക്കറ്റ് പോയിട്ട് ആദ്യം വരാം. അവിടുത്തെ സ്ഥിതി എന്താ നോക്കാം ആദ്യം. മാർക്കറ്റിൽ ഇപ്പൊ എന്താ കറി വെക്കാൻ എന്താ വാങ്ങണം തന്നെയില്ലേനോ? എന്താ വാങ്ങ നോക്കട്ടെ എന്താ ഉള്ളേന്ന്. അത്ര വലിയ തിരക്കൊന്നുമില്ലല്ലോ ഇപ്പൊ ടൗണില്. വെയിലായോണ്ടാക്കില്ലേ? ചൂടായതുകൊണ്ടാ. പിന്നെ സ്കൂളും ഇല്ലല്ലോ ഇപ്പൊ. അല്ലാണ്ട് ഈ സമയത്തൊക്കെ എന്ത് തിരക്കാ. അങ്ങനെതാ നമ്മള് മാർക്കറ്റിൽ. ആദ്യം ഞങ്ങളെ മാർക്കറ്റ് ഇവിടെ അല്ലായിരുന്നു കേട്ടോ, അങ്ങ് അപ്പുറത്തായില്ലേ. പിന്നെ അങ്ങോട്ടേക്ക് മാറ്റി. മാറ്റാൻ എന്താ കാരണം? ഒന്നുമില്ല, അവിടെ ഒരു സ്ഥലക്കുറവല്ലേ, സ്ഥലം കുറവല്ലേ, അതുകൊണ്ടാണ് ഒരു ഇങ്ങോട്ടേക്ക് മാറ്റി. ഇതാകുമ്പോ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, നല്ല സ്ഥലം, നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. ഇത് ഒരുപാടായി ഉണ്ടാക്കിയിട്ട്, വർഷങ്ങളായി ഉണ്ടാക്കിയിട്ട് ഇപ്പോഴും മാറ്റുന്നത്. ഇപ്പോഴാണ് സംഭവം റെഡി ആവണത്. മാർക്കറ്റ് തുറന്നിട്ടില്ല. മാർക്കറ്റ് തുറന്നുണ്ട്, പക്ഷേ ഇല്ലാന്നാണ് തോന്നുന്നത്. ഉണ്ട് ബീഫ്. ആടല്ലേ എന്ത് ചെയ്യും നമ്മള്? ഇല്ല എന്ത് വാങ്ങപ്പോ? വേറെ ഇടയില്ല ബീഫ്. ബീഫ് പിന്നെ കിട്ടാതെ പാക്കറ്റ് വാങ്ങണ്ടേ? മലബാർ മീറ്റ് വാങ്ങണ്ടേ? നല്ലതാണോ? നല്ലത് കിട്ടുമോ പാക്കറ്റ്? അത് പിന്നെ പാക്കറ്റ് ആണ്, നല്ലതെന്ന് പറയാൻ പറ്റൊന്നുമില്ല. എപ്പോഴുള്ള സാധനം തന്നെ ചെയ്യും. അമ്മായി പാലത്തൊന്നും പോയാ ആവേശം. അങ്ങനെതാ നമ്മള് മുന്നോട്ട് എങ്ങോട്ടാ പോകുന്നു? അമ്മായിപ്പാലോ? അമ്മായിപ്പാലം പോവാ. അപ്പൊ പൂളപ്പൊരി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആരാ? അപ്പൊ നമ്മൾ അമ്മായിപ്പാലത്ത് പോയിട്ട് നമ്മക്ക് ബീഫ് കിട്ടിയില്ലേ കാ? എന്താ വേഗം തീരുവോ? ഇനി നമ്മളെന്ത് വാങ്ങും? അപ്പൊ ഞങ്ങള് ഫൈനലി ചിക്കൻ തന്നെ തീരുമാനിച്ചു. അപ്പൊ കാക്കു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയൊക്കെ വാങ്ങിക്കല്ലോ. ഇതെന്തൊക്കെ പച്ചക്കറി എന്തൊക്കെ വാങ്ങിച്ചു? എനിക്ക് എന്ത് വാങ്ങിച്ചു? രണ്ടുണ്ട വാങ്ങിയിട്ടുണ്ട്. രണ്ടുണ്ട ശരി തരട്ടെ. അതാ എനിക്കൊന്നും വാങ്ങിച്ചില്ല. ഞാനൊരു സാധനം വാങ്ങാൻ പറഞ്ഞിനല്ലോ. മെസ്സേജ് നോക്ക്. വാട്സപ്പില് മെസ്സേജ് നോക്ക്. എനിക്ക് നടക്കണം. അതിന്റെ അടിയില് വേറെ ഉണ്ട് നോക്ക്.
ഒരു ക്രീം വാങ്ങാമോ? എന്ത് ക്രീം? ക്രീം ഇല്ല, സ്പൂൺ വെച്ച് അഡ്ജസ്റ്റ്. ഇതെന്തിനാ സ്പൂൺ ഇട്ടിരിപ്പോ എന്തിനാ? ക്രീം ഇല്ല അവിടെ. ആയിക്കോട്ടെ, ഞാൻ കണ്ടൂല. പിസ്ത നിനക്ക് വേണോ സ്ട്രോബെറി നിനക്ക് വേണോ? വാങ്ങിയിട്ടുണ്ട്. പിസ്ത വേണോ സ്ട്രോബെറി വേണോ? എനിക്ക് സ്ട്രോബെറി. സ്പൂണ്. അങ്ങനെതാ ഞങ്ങൾ ബീഫ് കിട്ടാതെ ലാസ്റ്റ് ചിക്കൻ തന്നെ വാങ്ങാൻ തീരുമാനിച്ചട്ടോ. അങ്ങനെതാ പൊറോട്ടയൊക്കെ ഞങ്ങൾ വാങ്ങി. പാക്കറ്റ് പൊറോട്ട ആണ് കേട്ടോ. അപ്പോൾ പൊറോട്ട വാങ്ങിയതുപോലെ അതിന് കൂട്ടാനും ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ബീഫ് വെക്കാനും വിചാരിച്ച്, പിന്നെ ബീഫ് എവിടെയും കിട്ടായിട്ട് ചിക്കൻ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെതാ കാക്കു വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഭയങ്കര ചൂടാണ് കേട്ടോ. ഫുള്ള് AC തന്നെയാണ് ഇരിക്കുന്നത്. തീരെ പറ്റുന്നില്ല AC ഇല്ലാണ്ട്. അങ്ങനെതാ നമ്മളെ കാക്ക് ചിക്കൻ വാങ്ങിയതാ വന്നിരിക്കുന്നു. ഇനി എങ്ങോട്ടാണ് മകനെ? നേരെ വീട്ടിലേക്കല്ലേ? വീട്ടിലേക്ക്. നമ്മളെ വീട് എവിടെയാണ്? അതിനു മുമ്പ് നമ്മളെ മോൻ എന്തെങ്കിലും വാങ്ങിക്കണം. ഇല്ലെങ്കിൽ യുദ്ധമായിരിക്കും വീട്ടില്. പറഞ്ഞെണീറ്റപ്പോ കാണായിട്ടുള്ള യുദ്ധം കഴിഞ്ഞിണ്ടാവും. അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തിയപ്പോ ഭയങ്കര ചൂട്. ഇത്രയും നേരം AC ഇരുന്നോണ്ട് സമാധാനം ഉണ്ടായിരുന്നു. ഫാനിന്റെ അവസ്ഥ ഒന്നും. ആദ്യം ഒന്ന് തല്ലിയാ കറങ്ങാൻ, ഇപ്പൊ തല്ലിയിട്ടും കറങ്ങുന്നില്ല. അൻസറിനല്ലാണ്ടായിക്ക് ചില നേരത്തെ കാക്കുവിന്റെ സ്വഭാവം പോലെ ലേകാ കറങ്ങുന്നില്ല. ഇത് പറ്റ പോയി. എങ്ങനെ നിക്കും? മാറ്റാൻ പറ്റൂല. നല്ല പൈസ. മതി. അപ്പം കറങ്ങുന്നുണ്ടല്ലോ. സെറ്റ്.